ഒരു മനുഷ്യൻ സഹനത്തെ, കുരിശിനെ എങ്ങനെ സ്വീകരിക്കുന്നുവെന്നുള്ളതാണ് ആ വ്യക്തിയുടെ വിശുദ്ധിയുടെ മാനദണ്ഡം. കുരിശാണ് വിശുദ്ധീകരിക്കുന്നത്. കുരിശിനെ എങ്ങനെ സ്വീകരിക്കുന്നുവെന്നുള്ളതാണ് വ്യക്തിയുടെ വിശുദ്ധിയുടെ മാനദണ്ഡം. ഒരു പരാതി പോലുമില്ലാതെ, ഒരു പരിഭവമില്ലാതെ, മറ്റുള്ളവരിൽ നിന്നും സിമ്പതി ചോദിച്ചു വാങ്ങാൻ ശ്രമിക്കാതെ അദ്ദേഹത്തിൻ്റെ ജീവിത ദൗത്യവുമായിട്ട് മുന്നോട്ട് പോയി. ജീവിതത്തിൻ്റെ അന്ത്യം വരെ പ്രവർത്തന നിരതമായ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹത്തോട് പലപ്പോഴും വിശ്രമമെടുക്കാൻ അധികാരികൾ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൽ നിന്നും നിയോഗവും കൃപയും ലഭിച്ച ചില മനുഷ്യരുണ്ട്. അവർ തീപ്പന്തം പോലെ എരിഞ്ഞു തീരാനുള്ളവരാണ്. അവരുടെ ജീവിതത്തിൽ വിശ്രമം പറഞ്ഞിട്ടില്ല. ജോർജ് അച്ഛൻ ഒരിക്കലും വിശ്രമിച്ചിട്ടില്ല. അദ്ദേഹം അവസാനം വരെ ജീവിതത്തിൻ്റെ വഴികളിൽ ദൈവത്തിനും മനുഷ്യനും വേണ്ടി എരിഞ്ഞു തീർന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് മാറി. ദൈവികാരുടെ സന്നിധിയിലിരുന്ന് തമ്പുരാനിൽ നിന്നും സമാധാനവും ശക്തിയും സന്തോഷവും ആവാഹിച്ചെടുക്കാതെ ഒരു വ്യക്തിക്ക് അച്ഛനെ പോലെ സന്തോഷവാനായിരിക്കാൻ കഴിയില്ല എന്ന് ഓർമ്മിക്കണം. ദൈവ സന്നിധിയിലെ അദ്ദേഹത്തിൻ്റെ തപസ്സിരിപ്പാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മുഴുവനും രഹസ്യം എന്ന് നാം അറിയണം. ഞാൻ ചിന്തകളെ സമാഹരിക്കുന്നതിന് മുമ്പ് അല്പം വഴി തിരിയുകയാണ്. ദൈവികാരുണ്യ മിഷണറി സഭ കേരള സഭയ്ക്ക് നൽകുന്ന മഹത്തായ 2 ദാനങ്ങളാണ് ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കലച്ഛനും ബഹുമാനപ്പെട്ട ജോർജ് കരിന്തോളി അച്ഛനും. അവരുടെ പേരുകളിൽ സാമ്യമുള്ളതുപോലെ തന്നെ ജീവിതത്തിലും സമാനതകളുണ്ട്. ദൈവികാരുണ്യത്തിൻ്റെ മഹാഭക്തരായിരുന്ന അവർ കുർബാനയുടെ ചൈതന്യം ജീവിതത്തിൽ ഉൾക്കൊണ്ടവരാണ്. സാന്നിധ്യത്തിൻ്റെയും കുർബാനയുടെ ദിമുഖങ്ങളെ സാന്നിധ്യത്തിൻ്റെയും ബലിയുടെയും ചൈതന്യം ജീവിതത്തിൽ ഉൾക്കൊണ്ടവരാണ് 2 പേരും. ദൈവികാരുണ്യ മിഷണറി സഭയെ ഹൃദയത്തിലും ഉൾക്കൊണ്ട സഭയിലെ ചുരുക്കം വ്യക്തികളിൽ 2 പേരാണ് ഇവർ എന്ന് ഓർമ്മിക്കണം. സഭാ സ്ഥാപകരുടെ ജീവിത പാത പിഞ്ചെന്നവരാണ് ജോർജ് അച്ഛന്മാർ. ദൈവികാരുണ്യ സന്നിധിയിലെ കെടാവിളക്കിൻ്റെ ഇത്തിരിവെട്ടത്തിൽ ഏകാന്തരാവുകളെ നിത്യതയുടെ അനശ്വരതകളാക്കി മാറ്റിയ 2 വ്യക്തികളാണ് ഇവർ. ജീവിതത്തിൻ്റെ നാർദീൻ തൈലം നിറച്ച വെൺകൽ ഭരണികളെ മനുഷ്യ ദൈവ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും തിരുനടയിൽ ഒഴുകിപ്പകരാൻ ഒഴിച്ചു കൊടുത്തവരാണ്. തങ്ങളെ തന്നെ ഒഴിച്ചു കൊടുത്തവരാണ് അവർ. ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കലച്ഛൻ വഴിയോരങ്ങളിൽ അവഗണിക്കപ്പെട്ടവരായി കിടന്ന ആകാശപ്പറവകളുടെ അഭയമായി മാറിയപ്പോൾ കരിന്തോളിച്ചൻ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ പ്രശ്നങ്ങളിലും നൊമ്പരങ്ങളിലും നേറിക്കഴിഞ്ഞ മനുഷ്യരുടെ ആശ്വാസവും അഭയവുമായി രക്ഷകനും ആയിട്ട് മാറി. ദൈവ സ്നേഹത്തിൻ്റെ ലഹരി പിടിച്ച ധൂർത്തിൻ്റെ ജീവിതം സമ്മാനിച്ച ഒരേ രോഗത്തിൻ്റെ അൾത്താരയിൽ
അവസാന ബലിയർപ്പിച്ച ശേഷം രണ്ടുപേരും കടന്നു. സ്വർഗത്തിൽ നമുക്കായി രണ്ട് മധ്യസ്ഥരെ നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അവരുയർത്തിപ്പിടിച്ച ജീവിത ശൈലിയെ ജീവിതത്തിൽ പിന്തുടരുമെന്ന പ്രതിജ്ഞയോടുകൂടി ഈ ശവമഞ്ചത്തിൽ അവസാന പുഷ്പങ്ങൾ അർപ്പിക്കാം. ഈ ഒരു ദൗത്യത്തിന് വേണ്ടി ഹൃദയത്തിൽ ഞാൻ ആഗ്രഹിച്ചു. അത് നിറവേറ്റിത്തന്ന ദൈവത്തിന് നന്ദി. അതിന് എന്നെ നിയോഗിച്ചാക്കിയ പെരിയ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യാളച്ചനും കൗൺസിലേഴ്സിനും നന്ദി. നമുക്ക് പ്രാർത്ഥനാ നിർഭരരാകാം.